പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ രാത്രികാലം സ്വസ്ഥമായ ഉറക്കം തന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം. നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന് ദൈവം യിരെമ്യാവിനോട് അരുളി ചെയ്ത വചനം പ്രാർത്ഥനയുടെ സാധ്യതയെ വെളിപ്പെടുത്തുന്ന വചനമാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്ന് വിശ്വാസത്തോടെ അപേക്ഷിച്ച എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തതായി വചനത്തിൽ കാണുന്നു. ഖനാന്യ സ്ത്രീയുടെ വിശ്വാസം യേശു പുകഴ്ത്തി പറയുന്നത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നു. ഖനാന്യ സ്ത്രീയുടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരുന്നതിനാൽ അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, മകളെ സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാണ്. സ്ത്രീ വീണ്ടും, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ വീണു നമസ്കരിച്ചു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന കർത്താവിൻ്റെ മറുപടി കേട്ടിട്ടും അവൾ പിന്മാറിയില്ല. കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് അവൾ മറുപടി പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് മറുപടി പറഞ്ഞു. ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ നായ്ക്കുട്ടികൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന അവളുടെ മറുപടി കർത്താവിലുള്ള അവളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ആയിരുന്നു. അതിനാലാണ് യേശു അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിച്ചത്. നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ കുട്ടിക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായി. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി അല്പം താമസിച്ചാലും മടുത്തു പോകാതെ, വിശ്വാസം കൈവിടാതെ, കനാന്യ സ്ത്രീയെ പോലെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകാതെ പ്രാർത്ഥനയിൽ യാചിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ വിശ്വാസത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവും ആകുന്നു. ഫെയ്ത്ത് ഈസ് കോൺഫിഡൻസ് ഇൻ വാട്ട് വി ഹോപ്പ് ഫോർ ആൻഡ് അഷുറൻസ് അബൌട്ട് വാട്ട് വി ഡു നോട്ട് സീ. രക്തസ്രാവക്കാരത്തിയുടെ വിശ്വാസം അപ്രകാരം ആയിരുന്നു. കർത്താവിൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് അവൾ പറഞ്ഞു. പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവം ഉള്ളം കൊണ്ട് അവൾ പറഞ്ഞതും വിശ്വാസത്താൽ അവൾ തൊട്ടതും അറിഞ്ഞു. കർത്താവ് തിരിഞ്ഞ് അവളോട്, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൾക്ക് സൗഖ്യം വന്നു. യേശുക്രിസ്തുവിലുള്ള അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചു എന്ന് കാണുന്നു. യേശുവിനെക്കുറിച്ച് ഉള്ള വർത്തമാനം കേട്ട 2 കുരുടന്മാർ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്ന്, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. യേശു അവരോട്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് കുരുടന്മാർ, ഉവ്വ് കർത്താവേ, നിനക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. അവരുടെ വിശ്വാസത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചു. അവരുടെ കണ്ണ് തുറന്നു. യേശു തൻ്റെ അടുക്കൽ വന്ന ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചിരുന്നതായി വചനത്തിൽ കാണുന്നു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ത്വരിതപ്പെടുത്തുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ യാചിച്ചത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പീൻ, അപ്പോൾ അത് ഉണ്ടാകും. യാചിച്ച കാര്യം ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവാനും ഇടയാകണം. അബ്രാഹാമിൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു.
നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് ദൈവം അബ്രാഹാമിനോട് അരുളി ചെയ്തത് 12-ാം അധ്യായത്തിൽ കാണുന്നു. സാറ മച്ചിയായിരുന്നതിനാൽ അബ്രാഹാമിന് മക്കളുണ്ടായിരുന്നില്ല. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിന്റെ സന്തതിയാകും എന്ന് ദൈവം അബ്രാഹാമിനോട് അരുളി ചെയ്തത് കാണുന്നു. വീണ്ടും 18-ാം അധ്യായത്തിൽ ദൂതൻ്റെ അരുളപ്പാട് അബ്രാഹാമിനുണ്ടായത് വായിക്കുന്നു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ വരും, നിന്റെ ഭാര്യ സാറായിക്കൊരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. രണ്ടുപേരും വയസ്സ് ചെന്ന് വൃദ്ധരായി തീർന്നിരുന്നു. ഒരു കുഞ്ഞുണ്ടാകുവാൻ യാതൊരു സാധ്യതയുമില്ലാതെ ഇരുന്ന പ്രായത്തിലാണ് വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി അവർക്ക് കാണുവാൻ ഇടയായത്. വാഗ്ദത്തം ലഭിച്ചിട്ട് 25 വർഷത്തിന് ശേഷമാണ് അതിൻ്റെ നിവൃത്തിയായി ഇസഹാക്കിനെ അവർക്ക് ലഭിച്ചത്. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നത് കാണുന്നു. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്കു പിതാവാകും എന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവ അവസ്ഥ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. വാഗ്ദത്തം ചെയ്തത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിപ്പീൻ, അപ്പോൾ അതുണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കണ്ടുവല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. അത് അവന് നീതിയായി കണക്കിട്ടു. വാഗ്ദത്ത സന്തതിയെ അവന് ലഭിച്ചു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതാണ്. മിറക്കിൾസ് ക്യാൻ ഹാപ്പൻ ത്രൂ പ്രേയർ ആൻഡ് ഫെയ്ത്ത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും എന്നും വചനത്തിൽ കാണുന്നു. ദൈവത്തിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് പരിശോധനകളെയും പരീക്ഷകളെയും അതിജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ വിശ്വാസം ചുറ്റുമുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരണം. രക്ഷയുടെ അടിസ്ഥാനം തന്നെ വിശ്വാസമാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടതുപോലെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനുമായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി കണക്കിടും. കർത്താവ് വാഗ്ദത്തം ചെയ്ത നിത്യത അവകാശമാക്കുവാൻ അത് നമ്മെ സഹായിക്കും. Let us remain faithful until the end and receive the crown of life promised for eternity. ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. God bless you.